ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഫുള്ളും ഉണ്ടാക്കി കൊടുത്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷമാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്ന ക്യാമ്പസ് കേട്ടോ. അടിപൊളി ക്യാമ്പസാണ്. ഇതാണ് നമ്മുടെ ബാരക്ക്. ഗൈസ് ചന്ദ്രനൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇട്ടു ഇറ ഓണാക്കല്ലേ. ഗൈസ് ഇവനാണ് നമ്മുടെ പുലി. എടുത്തിട്രാ. ഓ എടുത്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം. പേടിപ്പിക്കാതെ കൊള്ളടാ. ഗാർഡിയൻ റോക്ക്. യെസ്, പുലി ഇറങ്ങി കിട്ടുന്നു ഗൈസ്. പുലി ഇതെത്ര? ആ കാണാം സെറ്റ് ഗൈസ്. ഗുജറാത്ത് ബഡീസ് ഡിമാൻഡ് ഉണ്ടല്ലേ. അയ്യോ, RDCയിലേക്ക് ഇട്ടിട്ടാണ് അമ്മമാര് പറഞ്ഞത്. ഓ അമ്മമാരായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കോളേജ്. എല്ലാവരും നല്ല രീതിയിൽ മുണ്ടൊക്കെ കൊടുത്ത് ഓണം സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ ക്യാമ്പസ് അല്ലേ കണ്ടോ. ഇപ്പോൾ വലിയ ക്യാമ്പസാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേൾസിൻ്റെ ബാരക്ക്. കണ്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമ്മുടെ പുലി. ഇതാണ് നമ്മൾ കിടന്ന ബാരക്ക് കേട്ടോ. കണ്ടോ, ഇത്രയും കറങ്ങി വേണം നമുക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. ഗൈസ് വടംവലിയിലെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മ്യൂസിക്കൽ ചെയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയെന്ന് തോന്നണം, കാണിച്ചു തരാം. മ്യൂസിക്കൽ ചെയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. RD ബാലാസ്. ഈ ഗൈസ്, അപ്പോൾ ഇന്ന് കോട്ടയത്ത് നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ എത്തിയായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ അവിടെ നിന്ന് 3:30 നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്. ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഒരു 6:30 ആയപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ എത്തിയപ്പം എല്ലാം കൂടെ ആയിട്ട് ഒരു 12 മണി അടുപ്പിച്ചിട്ടുണ്ട്. കാപ്പി ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കാപ്പിയും കുടിച്ച്, കാപ്പിയല്ല ചോറ് കഴിച്ചിട്ട് ചെന്നിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ ഗൈസ് വ്ളോഗ് എടുക്കണേ. ആ ക്യാമ്പിൽ നടന്ന ഓണത്തിൻ്റെ വ്ളോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ വ്ളോഗ് എടുത്തില്ല. കാരണം കുറച്ച് തിരക്കും പിന്നെ അങ്ങനെ മൊബൈൽ അത്ര യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ കിട്ടിയ വിഷ്വൽസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഓണത്തിൻ്റെ. അതോടൊപ്പം ഞാൻ പറഞ്ഞത് വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല ഉറക്കവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ ഒരു 12 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ ഒരു സമയം ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തോണ്ട് ഇങ്ങനെ വന്ന് നിൽക്കണ കേട്ടോ. അതോടൊപ്പം തന്നെ വീട്ടിൽ വന്നപ്പോൾ വേറൊരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു. വീട് പണി തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ നിലയിൽ ഒരു റൂമും ഒരു ഹാളും കൂടി എടുക്കാനായിട്ട് പോകണമാണ്. അപ്പോൾ അതിൻ്റെ
സെറ്റപ്പ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ക്യാമ്പിൽ നടന്നപ്പോഴേ പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് സംഭവം ഇതാണ് ഹാള്. അതായത് ടെറസാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അടുക്ക് മാത്രം. ഇതിപ്പം സെൻട്രൽ ഭാഗമാണ്. ഇത് അകത്തുനിന്ന് കയറി വരുന്ന ഒരു എൻട്രൻസ് ആണ്. പിന്നെ ഈ ഒരു മെയിൻ റൂം മാത്രം എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒരു ഹാളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ക്യാമ്പിൽ നിന്നപ്പോൾ നടന്ന പരിപാടിയൊക്കെയാണ് ഇതൊക്കെ. കണ്ടില്ലേ, ബാത്റൂം, അതോടൊപ്പം തന്നെ ഒരു റൂം, ഒരു ചെറിയ റൂമാണ് കേട്ടോ. 2 വിൻഡോ വരുന്നുണ്ട്. പണിയൊന്നും ആയിട്ടില്ല, ഫുള്ള് വർക്ക് നടക്കാനായിട്ട് പോവുകയാണ്. ഇനി വാട്ടർ ടാങ്കൊക്കെ ഒന്ന് മാറ്റണം. ഇതാണ് ബാത്റൂം. അതും നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെയും ചെറിയൊരു വിൻഡോ, പിന്നെ കുറച്ച് പോർഷൻ അവിടെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത് കേട്ടോ. ഹാള് എനിക്കിനി സ്റ്റുഡിയോ സെറ്റപ്പ് ചെറിയ രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാൾ എടുത്തതാണ്. അല്ലാതെ റൂം എടുക്കായിരുന്നു. എന്നാലും ഇപ്പം വിശാലമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓരോ ബാക്ക്ഗ്രൗണ്ട് ഓരോ സ്ഥലത്തായിട്ട് വയ്ക്കാം. പിന്നെ ഇപ്പോഴത്തെ മോഡൽ ആയിട്ടുള്ള വിൻഡോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. താഴെ വരണ ഒരു വിൻഡോ ആണ്. പിന്നെ വലിയ കട്ടലാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഫ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. അത് ഇതുവരെയായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതാണ് സംഭവം. നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ 5 മണി 4 മണി ഒക്കെ ആയിട്ടുണ്ട്, അതിൻ്റെ അകത്തായിട്ടുണ്ട്. പിന്നെ ഇവിടെ വാർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഷേപ്പിൽ ആയിരിക്കും വരുന്ന മോഡൽ. റേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറച്ച് മരച്ചില്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും പൊക്കത്തിന് ഒരു തിട്ടയുണ്ടായിരുന്നു. തിട്ടയല്ല, ഒരു ഷേപ്പിനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ള. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോർഷൻ അവിടെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വാർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ജാമ്പ ഉണ്ടായിരുന്നു. ജാമ്പയുടെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, സ്റ്റെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സോഫാനം വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു വിഷ്വൽസ് എന്ന് പറയണ കേട്ടോ. അത് പറ്റുകയാണെങ്കിൽ ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഷീറ്റ് ഭാവിയിൽ മാറ്റി അടിപൊളി ലുക്കായിരിക്കും വീട്. ഇതാണ് നമ്മുടെ 2ാമത്തെ ഫ്ലോർ ടൂർ. ഇതുവഴിയായിരിക്കും എല്ലാവരും കയറി വരുന്നത്. ഇത് ഹാള്, അത് ഒരു ബെഡ്റൂം. പിന്നെ ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്ക് ഇവിടെ ഒരു വെട്ട് കാണാൻ പറ്റും. അത് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടാൽ നമുക്ക് അപ്പുറത്തോട്ട് ഒരു റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ മാത്രം ഇടിച്ച് കളഞ്ഞാൽ പെട്ടെന്ന്. പുറത്തത് നമുക്ക് ഇവിടെ കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഒരു വലിയ റൂമായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ഇത് മെയിനായിട്ട് ഇടിച്ച് കളഞ്ഞത് 2 കാരണമുണ്ട്. ഒന്ന്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് സാധനങ്ങൾ കയറ്റാം. 2ാമത്, നമ്മളവിടെ ഒരു സ്റ്റെപ്പ് അടിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് അടിക്കുന്നുണ്ട്. അതിനും നമുക്ക് ചെയ്യാം. ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ള് കെട്ടിയിട്ടിരുന്നാൽ നമുക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഹോം അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. നല്ല വെയിലുണ്ട്. അതോടൊപ്പം തന്നെ നാളെ കോളേജിൽ റെക്കോർഡ് സബ്മിറ്റ് അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.